നമസ്കാരം, ഞാൻ ഡോക്ടർ രശ്മി. ഇന്ന് ലഹരി വിരുദ്ധ ദിനം. ഇന്നൊരു ദിനം മാത്രം, ലഹരി വിരുദ്ധ ദിനമായി ഇന്നൊരു ദിവസം മാത്രം ആചരിക്കേണ്ട ഒരു ദിനമല്ല. അങ്ങാടികളിലും തൊഴിലുറപ്പുകളിലൊക്കെ നിന്നിട്ട് ഒരു വഴിയിലൂടെ ഒരു പയ്യൻ പോകുമ്പോൾ അവൻ കഞ്ചാവാണ് അങ്ങനെ പറഞ്ഞ് എഴുതി തള്ളേണ്ട ഒരു കാര്യമല്ല ഇത്. കുട്ടി ഉൾപ്പെടെ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവരെ കൂട്ടി നിർത്തി അവരെ നമ്മൾക്ക് അതിൽ നിന്ന് മുക്തരാക്കേണ്ട ബാധ്യസ്ഥത നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇന്ന് മറ്റുള്ളവരുടെ ഒരു കുടുംബത്തിലാണ് ഈ ബുദ്ധിമുട്ടെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്കും ഇതേ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയാം, ആരോഗ്യം എന്നത് നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മളുടെ ജീവിതചര്യകൾ, അതുപോലെ തന്നെ നമ്മൾ ചിന്തകൾ, ഇതെല്ലാമാണ് ആരോഗ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തലമുറ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ലഹരികൾ ഉപയോഗിക്കുന്നതെങ്കിലും അതെവിടെ നിർത്തണം, എങ്ങനെ നിർത്തണം എന്നൊന്നും അവർക്ക് അറിയില്ല. ഈ കുട്ടികളുടെ ലഹരി ഉപയോഗം നിർത്തണമെങ്കിൽ ആ കുട്ടികളോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കൾ, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ നൈബേഴ്സ്, അയൽവക്കക്കാര്, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും അവരെ മുക്തരാക്കാൻ കഴിയുകയുള്ളൂ. ഈ കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെയുള്ള അവരുടെ പിയർ പ്രഷർ, പിന്നെ ക്യൂരിയോസിറ്റി, അത് യുവതലമുറയ്ക്ക് ഉണ്ടാവുന്ന അവരുടെ ആ ക്യൂരിയോസിറ്റി, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം, അതുപോലെ തന്നെ അവരുടെ സ്ട്രെസ് ഉള്ള അറിവില്ലായ്മ, ഇവയൊക്കെ കൊണ്ടാണ് ഇവര് മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പാരന്റ്സ് അവരെ ജഡ്ജ് ചെയ്യാതെ നമ്മളുടെ സമയവും സ്നേഹവും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് സമയം എന്നുള്ളത്, ആ സമയം തീർച്ചയായിട്ടും നമ്മളുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുക. എന്നിട്ട് ആ സമയവും കൂടി എടുത്ത് അവരെ ജഡ്ജ് ചെയ്യാതെ, അവരെ പേടിപ്പിക്കാതെ, അവരായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ നല്ല ബിഹേവിയേഴ്സ്, ഒരു ചെറിയ കാര്യമാണെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രശംസിക്കാതിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ തോൽവിയും അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് പഠിപ്പിക്കാനും നമ്മൾ മറക്കരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് എന്താ ഇഷ്ടമുള്ളത്, ചിലർക്ക് പാട്ട് പാടാനോ പടം വരയ്ക്കാനോ അല്ലെങ്കിൽ സ്പോർട്സോ ക്രിക്കറ്റോ എന്താണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിലും അതിനെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ജിമ്മ് എന്നിവ ട്രെയിൻ ചെയ്യിപ്പിക്കുക. കുറെ ആൾക്കാർ ജിമ്മിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും +1 അല്ലെങ്കിൽ ഒരു 10th കഴിയുമ്പോഴേക്കും ഞാൻ ജിമ്മിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും പാരന്റ്സ് പറയണം നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ജിമ്മ് പോലുള്ള കായികമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കുട്ടികളെ വിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിലൊക്കെ പോയി കഴിയുമ്പോൾ കുട്ടികളുടെ ബോഡി ബിൽഡ് ആവുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു മസിൽ ടോൺ വരുമ്പോൾ അവർക്ക് ബാക്കിയുള്ള അഡിക്ഷൻസ് ഒക്കെ ഉപേക്ഷിച്ച് നമ്മുടെ ഹെൽത്ത് അതൊരു അഡിക്ഷനായിട്ട് മാറുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ ഒരുവിധ ആൾക്കാരും ആൽക്കഹോൾ, ഡ്രഗ്